ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി തിരിച്ചിങ്ങോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓരോ സമയം ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പതിഞ്ഞിട്ടുള്ള ഒരു തോട്ട് ഉണ്ടായിരിക്കും. അവൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ്, സ്നേഹം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്നുള്ളത്. അത് ഡീപ്പായിട്ട് പതിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ആ വ്യക്തി എന്നും ഒരേപോലെ ആയിരിക്കും പെരുമാറിക്കൊണ്ടിരിക്കുക. കാരണം ബിക്കോസ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, നിങ്ങളുടെ ബിലീഫ് ആ ഒരു രീതിയിലായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ബാക്കി നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോടൊക്കെ ചിലപ്പോൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവാം. മീൻസ് നിങ്ങളോടുള്ള ആ ഒരു ലവ് റിലേഷൻഷിപ്പ് രീതിയിലല്ല, അല്ലാത്ത രീതിയിലൊക്കെ അവർ ബാക്കിയുള്ള ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുകയും സ്നേഹം എക്സ്പ്രസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, എന്നോട് മാത്രം എന്താ ഇങ്ങനെ, എന്നോട് അത്ര എക്സ്പ്രസീവ് അല്ലല്ലോ എന്ന് തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് ഒരു 5 days ആണ്. 5 days മുഴുവനൊന്നും ഞാൻ ചോദിക്കുന്നില്ല. 5 ദിവസം ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുക. എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ട് മുൻപാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ഒരു റൈറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഞാൻ പറയാൻ പോകുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, വളരെ പവർഫുൾ ആണ്. ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ 55 തവണ ഒരു പേപ്പറിൽ എഴുതണം. 55 തവണ എഴുതാൻ അത്യാവശ്യം ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ അരമണിക്കൂർ എന്ന് പറഞ്ഞ്. ചില ആളുകൾക്ക് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ എടുക്കാം. ചിലപ്പോൾ ചില ആളുകൾ പെട്ടെന്ന് എഴുതി കഴിഞ്ഞു എന്നും വരാം. ഒരു ആവറേജ് ടൈമിംഗ് ആണ് പറഞ്ഞത്. ഓക്കെ, 55 തവണ എഴുതുക എന്നുള്ളതാണ്. ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ എത്ര ദിവസം എഴുതണം? ഒരു 5 ദിവസം എഴുതണം. അപ്പം നിങ്ങൾ അത്തരത്തിലുള്ള ഒരു റിസൾട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട സെൻറ്റൻസ് ഇതാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡാഷ്, അവിടെ പേരാണ് കേട്ടോ, അവൾ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ഇന്നയാൾ, ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് ഒരു പേര് എടുക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിത്ര, ആ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിത്ര എന്നോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിത്ര എന്നോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നു. ഇതാണ് ആ സെൻറ്റൻസ്. ആ പേര് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് 55 തവണ വെച്ച് ഓരോ ദിവസവും രാത്രിയിൽ എഴുതുക. തുടർച്ചയായിട്ട് 5 ദിവസം എഴുതുക. ഇനി ഒരു ദിവസം തന്നെ ഇത്രയും എഴുതാൻ പ്രയാസമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 11 തവണ വെച്ചിട്ട് എഴുതുക. തുടർച്ചയായിട്ട് ഒരു 21 ദിവസം എഴുതേണ്ടി വരും. അപ്പോൾ ക്ലിയർ ആയോ? 11 തവണ വെച്ചിട്ട് 21 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അതല്ലെങ്കിൽ 55 തവണ വീതം 5 ദിവസം. ഈ 2 പ്രോസസ്സിൽ ഏത് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഈ തോട്ട് എത്തുകയും അത് വൈബ്രേറ്റ് ചെയ്യുകയും അതിൻ്റെ ഒരു ഫലമായിട്ട് ആ വ്യക്തിയിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയും ആ വ്യക്തി നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ താഴത്ത് വന്നിട്ട് സർ എനിക്ക് റിസൾട്ട് കിട്ടി എന്ന് കമൻറ്റ് ചെയ്യുക. അത് തീർച്ചയായിട്ടും ബാക്കിയുള്ള ആളുകൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. കാരണം ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. നമ്മൾ എത്ര അങ്ങോട്ട് സ്നേഹിച്ചാലും കെയർ ചെയ്ത് കഴിഞ്ഞാലും തിരിച്ച് എക്സ്പ്രസീവ് അല്ലാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറയും സ്നേഹം. പക്ഷെ അത് പ്രകടിപ്പിക്കുമ്പോഴല്ലേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഫീൽ ചെയ്യത്തുള്ളൂ, അനുഭവിക്കാൻ പറ്റത്തുള്ളൂ, അത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ചെയ്യട്ടെ. ഒരു ചെറിയൊരു തോട്ട് നമ്മൾ കുറച്ച് ദിവസം റൈറ്റ് ഡൗൺ ചെയ്യുന്നതിലൂടെ നമുക്ക് വലിയ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അധികം ചിലവൊന്നുമില്ലല്ലോ. അതൊന്ന് ചെയ്ത് നോക്കുക. നഷ്ടം നമുക്കൊന്നുമില്ല. ഒരു കുറച്ച് സമയം മാറ്റി വെക്കുക. നമ്മൾ എന്തിനൊക്കെ സമയം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. 100% ഗ്യാരണ്ടിയാണ്. ഇത് ചെയ്തിട്ട് ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളൊക്കെ നമ്മൾ പാടെ അങ്ങോട്ട് മാറ്റി വെക്കുക.
അവൾ അങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, അവൻ അങ്ങനെ അധികം എക്സ്പ്രസ് ചെയ്യാറില്ല, അങ്ങനെ നമ്മൾ ലേബൽ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി എഴുതാം. ഈ ആക്ടിവിറ്റീസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വേണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ഒരു പാരഗ്രാഫായിട്ടോ അല്ലെങ്കിൽ ഒരു പേജിൽ അത് റൈറ്റ് ഡൗൺ ചെയ്യുക. എല്ലാ ദിവസവും എന്നെ ഹഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് സമയം എന്നോട് സംസാരിക്കുന്നു, അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ അവരിൽ നിന്ന് വേണ്ടത് അതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചിട്ട് ഈ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി പവർഫുൾ ആയിരിക്കും. കാരണം നമുക്ക് കൃത്യമായിട്ട് ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വെരി പവർഫുൾ ആണ്, ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് ചേസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്പെഷ്യൽ അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പവർഫുൾ അഫർമേഷൻ ഉണ്ട്. അത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ് മനസ്സിൽ പറയുക, അത് ബൈഹാർട്ട് ചെയ്യുക. എന്നിട്ട് അതൊരു 5 മിനിറ്റ് പറയുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യും, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അത്തരത്തിലുള്ള ഒരു റിസൾട്ട് കൂടി നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ അഫർമേഷൻ വേണ്ട ആളുകൾ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി പറയുന്നത്, ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ആവുക എന്നൊക്കെ പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കുറേ നമ്മുടെ തോട്ടിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള പുസ്തകമുണ്ട്. അതിൻ്റെ പേര് ദ സീക്രട്ട് എന്നാണ്. ഇംഗ്ലീഷും മലയാളവും അവൈലബിൾ ആണ്. രഹസ്യം എന്നാണ് മലയാളത്തിൽ അതിൻ്റെ പേര്. ആ പുസ്തകം ഇംഗ്ലീഷും മലയാളവും PDF അവൈലബിൾ ആണ്. ആവശ്യമുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ജസ്റ്റ് ദ സീക്രട്ട് ബുക്ക് എന്ന് ഒന്ന് ജസ്റ്റ് മലയാളമാണോ ഇംഗ്ലീഷാണോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാവുന്നതാണ്. അത് വായിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ആവുന്നത്, അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ നോളജുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ബുക്ക് വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്